ഇന്നിപ്പോൾ നൽകുന്നൊരു വാർത്ത ഈ വാർദ്ധക്യകാല പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രമക്കേടുകളാണ്. ആ ക്രമക്കേടുകൾ വ്യാപകമായി ശ്രദ്ധയിൽപ്പെടുന്നു. അത് എങ്ങനെ നേരിടണം എന്ന് പോലും, അല്ലെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കണം എന്ന് പോലും അറിയാതെ ഉഴർന്നവരെയാണ്. നമുക്കറിയാം, വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുമ്പോൾ അത് അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് കിട്ടുന്നത്. അവരാരെ സമീപിക്കണമെന്നറിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരാളുടെ കാര്യമാണ് പറയാനുള്ളത്. അർഹതയുള്ള വാർദ്ധക്യ പെൻഷൻ തുക പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കണ്ണൂർ കുറ്റിക്കകം സ്വദേശി കൃഷ്ണൻ ഒരുപക്ഷെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ പേർ ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രതിനിധിയായി തന്നെ പറയാം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പലപ്പോഴും വാർദ്ധക്യ പെൻഷൻ ഇനത്തിൽ ലഭിക്കേണ്ട 1600 രൂപയ്ക്ക് പകരം ലഭിച്ചത് 1100 രൂപ മാത്രമാണ് എന്നാണ് പരാതി. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാകട്ടെ പക്ഷെ കൃത്യമായി പെൻഷൻ തുക വരുന്നുമുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ തുക 1600 രൂപയാണ്. കുറ്റിക്കകം സ്വദേശി കിഴക്കേവളപ്പിൽ കൃഷ്ണന് കിട്ടുന്നതാകട്ടെ 1100 രൂപ മാത്രം. കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന തുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിലായത്. ചിലപ്പോഴൊക്കെ പിടിച്ച തുക അക്കൗണ്ടിൽ കിട്ടിയിരുന്നു. എന്നാൽ പലപ്പോഴായി പിടിച്ചുവെച്ച തുകയിനത്തിൽ ഇനിയും കിട്ടാനുണ്ട് 6 മാസത്തെ പൈസ. ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിൽ മേലെയായി ഇങ്ങനെ പൈസ, പിന്നെ ഒരു 3000 ഉറുപ്പികളായും ബാക്കി കിട്ടാൻ. 2 മാസം ഒന്നായിട്ട് വരുന്ന പെൻഷൻ്റെ 1000 ഉറുപ്പിക കട്ടായി. രണ്ടോട്ടം വന്ന് രണ്ടോട്ടം അങ്ങനെ 2 പെൻഷൻ വരുമ്പോൾ 1000 കട്ടായി. ഇപ്പോൾ ഏകദേശം 3000 ഉറുപ്പിയായി കിട്ടായി. അതേസമയം ഒരേ വീട്ടിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാകട്ടെ വാർദ്ധക്യ പെൻഷന്റെ മുഴുവൻ തുകയും കൃത്യമായി കയ്യിലെത്തുന്നുണ്ട്. സാങ്കേതിക പ്രശ്നമോ മറ്റോ ആണെങ്കിൽ എങ്ങനെ ഒരാൾക്ക് മാത്രമായി ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. പ്രദേശത്തെ മറ്റു ചില വയോജനങ്ങളുടെ പെൻഷൻ തുകയിലും 300ഉം 200ഉം രൂപയുമൊക്കെ പിടിച്ചു വയ്ക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. അമ്മക്ക് 1600 രൂപ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അച്ഛന് 1100 രൂപ ഈ കൈകളിൽ കിട്ടുന്നുള്ളൂ. ബാക്കി 500 രൂപ ബാങ്കിൽ നിറച്ച് ഇവർ പറഞ്ഞേക്കുന്നു. പക്ഷേ അത് കിട്ടുന്നില്ല. രണ്ട് മാസത്തെ പെൻഷൻ ഒപ്പരം വരുമ്പോൾ 1000 രൂപ ഇവർ കട്ടാക്കുന്നു. അത് ബാങ്കിലും എത്തുന്നില്ല. ഈ വാർദ്ധക്യകാലത്ത് മരുന്ന് വാങ്ങാനും മറ്റും പെൻഷൻ തുക വലിയ ഉപകാരമായിരുന്നു. എന്നാൽ അതുപോലും പൂർണ്ണമായും കിട്ടാത്തത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാക്കുന്നുണ്ട്. ജനം, കണ്ണൂർ. മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വാർദ്ധക്യകാല പെൻഷൻ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിരിച്ചൊരു ദൃശ്യം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടാകും. നോക്കൂ, ഈ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഇത് എണ്ണി കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു സങ്കടമാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം വളരെ ചെറിയൊരു തുകയാണ് കിട്ടുന്നത്. അത് അവരെ സംബന്ധിച്ചാകട്ടെ ഈ മരുന്നിനും മറ്റുമൊക്കെയായി ഉപയോഗിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് നമുക്കറിയാം. പക്ഷെ അതിലൊരു ക്രമക്കേട് ഉണ്ടാകുമ്പോഴും അത് ആരെ സമീപിക്കണം എന്ന് വ്യക്തമായി അവർക്ക് അറിയാൻ കഴിയാതെ പോകുമ്പോഴുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും നിങ്ങളുടെ ആ തദ്ദേശ ഭരണ സ്ഥാപനം, അതേതായാലും കോർപ്പറേഷനായാലും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും നിങ്ങളുടെ വാർഡ് മെമ്പറെ, കൗൺസിലറെ സമീപിക്കുക. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കൊരു പക്ഷേ ചെയ്യാൻ സാധിക്കുക ഈ ഘട്ടത്തിൽ. പക്ഷെ അപ്പോഴും ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് കൈമലർത്തി കാണിക്കുകയും ബാങ്കുകാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് വരുന്ന തുക ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ചെറിയ ചെറിയ എമൗണ്ടുകളാണ് ഓരോരുത്തർക്കും നഷ്ടമാകുന്നത്. പക്ഷെ നഷ്ടമാകുന്ന തുക ആകെ മൊത്തം ചേർത്ത് വെച്ചാൽ വലിപ്പം എത്ര കൂടും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ തുക എങ്ങോട്ട് പോകുന്നു? ഇതുവരെ ഈ കിട്ടാത്ത തുക എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്.